അമ്മേ. അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഇപ്പോൾ സമയം 2:30 മണി, 2:45 കേട്ടോ. അപ്പോൾ മണ്ണാർക്കാട്ടേക്ക് ഒരു ഓട്ടം കിട്ടിയപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ടൗണിൽ കൊണ്ടുപോയി വിട്ടിട്ട് നേരെ പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് കൂടെ ഒന്നിങ്ങനെ കറങ്ങി, ഒന്നും കിട്ടില്ല എന്ന് കരുതിയിട്ട് പോയതാണ്. നോക്കുമ്പോൾ ഒരു ലോക്കൽ കിട്ടി. അപ്പോൾ ഇത് മാറ്റാൻ പറയും. ഇവര് റോഡിൽ കഥ പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ കാറിൽ വന്ന ആൾക്കാരില്ലേ, അവരെയാണ് ഇവിടേക്ക് കൊടുന്നു വിട്ടത്. അപ്പോൾ കഥ അതൊന്നുമല്ല, കഥ വേറെയാണ്. ഈ ഡ്രൈവിങ് പകുതി പഠിച്ചു വന്ന കാറിൻ്റെ ആളുകൾ ഡ്രൈവിങ് ചെയ്യുന്നതാണ് ഇത്. കാരണം അവർക്ക് കുറച്ചുകൂടി ബാക്കിൽ വന്നു കഴിഞ്ഞാൽ, അതായത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എക്സ്പീരിയൻസ് വേണം ശരിക്കും. അപ്പോൾ ഡോറും കൂടി പകുതിയേ അടച്ചിട്ടുള്ളൂ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, അവർ ഭയങ്കര എന്തൊക്കെയോ ഒരു ജാട പോലുള്ള ആൾക്കാരാണ്, സത്യം പറയാം. അതായത് അവർ സംഭവം ശരി, അവർക്ക് കാറോ എന്തോ ഉണ്ടായിക്കോട്ടെ, നമ്മളെ ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ അതിനൊക്കെ പറയാം. അപ്പോൾ ഞാനേ വേറൊരു കാര്യം പറയാൻ വേണ്ടി നോക്കിയതാണ്. അതായത് ഇപ്പം ഞാൻ നിൽക്കണ ഈ ഭാഗമല്ലേ, ഇവിടെ കുറച്ച് കഴിഞ്ഞ ഒരു 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചങ്ങാതി ഇവിടെ വെച്ചിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവുകയുണ്ടായി. അതായത് രാത്രി ഇവർ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയിലൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ ഓട്ടം പോവാറുണ്ട്, അതേപോലെ കാലി അടിച്ച് വരാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് പോകാറുണ്ട്. അപ്പോൾ പോകുന്ന ഈ വഴിയിൽ, അതായത് ഇവിടെ ഭയങ്കര ഒരു ശക്തമായൊരു ഒരു ഓർമ്മ, വല്ലാതെ ഇങ്ങനെ ചങ്ങാതിയുടെ ഓർമ്മ, ജയൻ്റെ വല്ലാത്തൊരു ഇതിങ്ങനെ പോകുമ്പോൾ നമ്മുടെ അവിടെയുള്ള അവൻ്റെ അയൽവാസികളായാലും അവനെ ഓർക്കണ ആൾക്കാരായാലും ആരായാലും നമുക്ക് നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാരല്ലേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അല്ലാത്തവർ ഇവിടെ 3 പേര് മരിച്ചിണു ശരിക്ക്. പക്ഷെ അവരൊക്കെ കണ്ട് ഫോട്ടോയിലൂടെ കാണേണ്ട പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരങ്ങനെയല്ല, ഒരു നമ്മുടെ സ്വന്തം ഒരു ചങ്ങാതി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമ്മളെന്ത് എപ്പോൾ വിളിച്ചാലും ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കണത്, അതായത് നമ്മളൊക്കെ ചിന്തിക്കണത്, നമ്മൾ അത്രയും സ്നേഹിച്ച ആൾക്കാരാണ് നമ്മുടെ വിട്ടുപോയിട്ടുണ്ടാവുക, ഒഴിവാക്കി പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ തള്ളി പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എന്തൊരു ലോകമാണെന്ന് ആലോചിക്കുകയാണേ. ഈ സ്നേഹിച്ചവരൊക്കെ എങ്ങനെ പോകുമ്പോൾ അവർക്ക് വിഷമമുണ്ടോ ഇല്ലേന്ന് നമ്മൾ ആലോചിക്കാറുമില്ല, ചിന്തിക്കാറുമില്ല. പക്ഷെ അവർക്കും വിഷമമുണ്ടായിരിക്കും. അതായത് ഏതൊരാൾ മരിക്കുകയാണെങ്കിലും അവസാനം കണ്ണിന്നൊരു തുള്ളി വെള്ളം വരുത്രേ, കണ്ണുനീര് വരുത്രേ. കാരണം നമ്മുടെ വിട്ട് പോകുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സങ്കടം, ഒരിക്കലും വരാൻ കഴിയില്ല, ഇനി ലോകം കാണാൻ കഴിയില്ല എന്നുള്ളൊരു ബോധം അവർക്ക് മനസ്സിലേക്ക് വരും കൊണ്ട് അത്ര അവർ കരയണത് എന്നാണ് ഓരോ ആൾക്കാർ പറയുന്നത് കേട്ടോ. ശരിക്കും അതുതന്നെയാണ് സത്യം. അപ്പോൾ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ദൈവമല്ല. നമ്മുടെയൊക്കെ അത് പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ ദൈവം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ദൈവത്തെ കുറ്റം പറയല്ല കേട്ടോ. ശരിക്കും ഇനിയിപ്പോൾ ദൈവം നേരിട്ടിറങ്ങി വന്നാൽ പോലും ചിലപ്പോൾ ദൈവമല്ല എന്ന് പറയും. കാരണം ഈ ലോകം വളരെ സുന്ദരമാണ് എന്ന് ഏതൊരു കവി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭൂമി അല്ലെങ്കിൽ നമ്മുടെ നാട് വളരെ സുന്ദരമായൊരു നാടാത്രേ. അപ്പോൾ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു നാട് ഇത്ര മോശമായിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ സാഹോദര്യം
ഇതൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചത്. ജനഗണമന, അതിനായക, അങ്ങനെയുള്ള ഓരോ കാവ്യങ്ങളും പാഠങ്ങളും പദ്യങ്ങളും ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പറയണത് കേട്ടോ. അല്ല ഇപ്പോൾ നമുക്കിപ്പോൾ ഒന്നും അറിയില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിനെപ്പറ്റി വലിയ ബോധം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ശരിക്ക് പിന്നെ നമ്മളെ തനിച്ചാക്കിയിട്ടാണ് കൂടുതൽ പ്രിയപ്പെട്ട ആൾക്കാർ പോവാറ്. അപ്പോൾ ഇവൻ്റെ ഓർമ്മ ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. വല്ലാത്തൊരു നീറിന ഓർമ്മ തന്നെയാണ്. ഓരോ ഓട്ടം പോകുമ്പോഴും ഇവിടെ ആ ഒരു ഡിവൈഡർ വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഡിവൈഡർ വെച്ചിട്ട് അതിൻ്റെ ഒരു ഓർമ്മ ഒന്ന് പാടത്ത് കിടക്കുന്നുണ്ട്. അത് പിന്നെ ആരെങ്കിലും ആക്രമിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഫോറസ്റ്റുകാരെ കൊടുന്ന് വെച്ചാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, അത് ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ പറഞ്ഞെന്നിരുന്നു. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഒന്ന് പറയാനുള്ളൊരു അവസരം കിട്ടിയത് ശരിക്കും. അപ്പോൾ പിന്നെ അത് എന്തോ ഞാൻ പെട്ടെന്നുള്ളൊരു ഇതിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ വോയിസ് ഓഫ് പാലക്കാടിൻ്റെ ഒരു വാർത്ത കാണുണ്ടായി. അതായത് 1310 അടച്ചവിടെ ഇപ്പോൾ 17,000 അതിൻ്റെ ബാലൻസ് മൊത്തം 17,970 അടക്കണമല്ലേ. വണ്ടി എത്ര വർഷത്തെ പഴക്കമുണ്ട്? 20 കൊല്ലം കഴിഞ്ഞ് ഇതിന് ഡബിൾ. നമ്മുടെ പാലക്കാട് മാട്ടുമന്ത ഭാഗത്ത് വാഹനങ്ങളുടെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഡ്രൈവർമാരെല്ലാവരും ഒരു ചെറിയൊരു പ്രതിഷേധത്തിലാണ്. കാരണം എന്താ വെച്ചാൽ ഫീസിൽ വൻ വർധനവുണ്ടായെന്നാണ് പറയണത്. നമുക്ക് നോക്കാം. എത്ര നേരത്തെ എത്രയായിരുന്നു? നേരത്തെ 1000 രൂപ പോയിട്ട് 17,000 അടയ്ക്കണം. ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ മുമ്പ്? ഒന്നും അറിയില്ലല്ലോ. കയ്യിലാ ക്യാഷും ഇല്ല. കയ്യിൽ ക്യാഷ് വണ്ടി നോക്കിയിട്ടില്ല. പാവപ്പെട്ടവന്റെ നെഞ്ഞത്ത് കുത്തുന്ന പോലെയാണ് കുത്തിയിരിക്കുന്നത്. ഒരു 1000 രൂപ ഉണ്ടായിരുന്ന ഫീസ് ഇപ്പോൾ 28,170 രൂപ അടയ്ക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ 20 കൊല്ലം കഴിഞ്ഞ വാഹനങ്ങൾക്ക് 28,170 രൂപയാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇത് അടയ്ക്കുക പറഞ്ഞാൽ ഇതിപ്പോൾ അർദ്ധരാത്രി 18-ാം തീയതി ഓർഡർ വന്ന് 17-ാം തീയതി മുതലുള്ള ഫീസ് പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ വന്നിരിക്കുന്നത്. അത് എന്ത് മണ്ടത്തരം ഓർഡറാണെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. കാരണം എന്താ വെച്ചാൽ 18-ാം തീയതി ഒരു ഓർഡറാണ് സർക്കുലർ ഇറക്കിയിട്ട് 17-ാം തീയതി മുതൽ കളക്ട് ചെയ്യണം പറഞ്ഞാൽ ഇത് ഒരു അമെൻമെന്റ് പബ്ലിക്കിന് ഒരു അറിവോ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. ഫീസ് കൂടുതലല്ലേ? ഫീസ് കൂടുതൽ. അത് ഓരോ വണ്ടിക്ക് 20,000 ഒക്കെ വന്നിട്ടുണ്ട്. ഒരു വണ്ടിക്കാരന് സ്റ്റാമ്പിന് അടയ്ക്കണം, ടാക്സ് കെട്ടണം, ക്യാമറ വെക്കണം, GPS വെക്കണം, സ്പീഡ് ഗവർണർ വെക്കണം. ഇതിന് പോരാത്തതിന് ഇപ്പോൾ 28,000 രൂപ ഫീസും അടയ്ക്കണം. ഇതിപ്പോൾ എന്ത് ഗതികേടില്ല. അതിന് പുറമെ തന്നെ ഒരു ദിവസം തെറ്റി 50 രൂപ വെച്ചിട്ട് ഫൈന് വേറെയുണ്ട്. അപ്പോൾ ഒരു മാസം അവൻ തെറ്റിക്കഴിഞ്ഞാൽ 1,500 രൂപ അഡീഷണൽ വേറെയും കെട്ടണം. ഈ നേരം വെളുത്തു കഴിഞ്ഞാല് ഫീസ് കൂടുതലാണ് പറഞ്ഞത്. ആര് സമീപിക്കും ഇതൊക്കെ? നിങ്ങളിപ്പോ എന്ത് ചെയ്യും ഇതിനൊക്കെ? 10 വർഷം കഴിഞ്ഞ വണ്ടിക്ക് 5,000 3,000 കൂടി കഴിഞ്ഞ് എവിടെ നിന്ന് എടുത്ത് ഏത് പോക്കറ്റ് നിന്ന് എടുക്കാം? ഒരു 100-200 രൂപയ്ക്ക് സാധാരണക്കാരന് പിന്നെ ഈ പാവപ്പെട്ട ഈ ഓട്ടോ തൊഴിലാളികൾക്ക് എന്ത് ചെയ്യുമ്പോൾ ഇതിപ്പോ ഓട്ടോക്കാരും വണ്ടിക്കാരും എല്ലാവരും ഒരു അവരുടെ തൊഴിലിന് വേണ്ടി വെച്ചിരിക്കുക. അല്ലാണ്ട് ഇപ്പൊ ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കില്ല. വൈകുന്നേരം 500 300 വീട്ടിൽ കൊണ്ടുപോയി കിട്ടുമ്പോൾ ഇത് ഒന്നുമേ ഇല്ല. ലാസ്റ്റ് എല്ലാവരും കൂടി കയറിട്ടാണ് ഇതിനും പക്ഷേ നല്ലത്. ഇന്നിപ്പോ ഓൺലൈനിൽ നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ വരെ പഴയ പീസ്, ഇന്ന് നേരം വെളുത്തിൽ പുതിയ പീസ് പറഞ്ഞാൽ ഈ പോക്കറ്റിൽ നിന്ന് എടുത്ത് പൈസ എവിടെ നിന്ന് കിട്ടും? ഇതൊക്കെ ഫിറ്റ്നസിന്റെ റേറ്റുകളെല്ലാം കുത്തനെ കൂട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ദിവസം വരെ അറിയുന്നില്ല. ഇന്നിപ്പോൾ രാവിലെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ വരുമ്പോഴാണ് ഇന്ന് ടെസ്റ്റ് ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് MVD പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ പറയുകയാണ്, കേന്ദ്ര ഗവൺമെൻറ് സ്കീം 15 വർഷത്തിൽ താഴെയുള്ളവരുടെ ഒരു ഫീസും അതിന് മേലോട്ടുള്ളവർക്ക് കുത്തനെ കൂട്ടിയിട്ടുണ്ട്. ഓട്ടോറിക്ഷയ്ക്കാണ് അധികം കൂടുതൽ, എല്ലാത്തിനും ഉണ്ട്. പക്ഷേ ഓട്ടോറിക്ഷക്കാർക്കാണ് 15 to 20 വർഷം കൂടുതലുണ്ട്. 20-നെ പോലെ അതിനും ഡബിളാക്കി കൂട്ടിയിട്ടുണ്ട്. ടാക്സി ഡ്രൈവർമാരെല്ലാവരും ഒരു പ്രതിഷേധത്തിലാണ് സത്യം പറഞ്ഞത്. കാരണം പെട്ടെന്നാണ് ഫീസ് കൂട്ടിയെന്നാണ് ഇവരെല്ലാവരും പറയണത്. ഇന്നലെ വരെ പഴയ ഫീസായിരുന്നു. ഇത് നോക്കുമ്പോൾ പെട്ടെന്ന് പുതിയ ഫീസ്. അതും ഇപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും രജിസ്ട്രേഷൻ ഫീസ് കൂട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സാധാരണ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷകൾക്ക് 1,100 രൂപയുടെ ഉള്ളിലാണ് ആയിട്ടുണ്ടായത്. ഇപ്പോൾ അത് പിന്നെ എല്ലാം പാടെ ചേർത്തിട്ട് എങ്ങനെയാണോ എന്തോന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എല്ലാം പാടെ ചേർത്തിട്ട് അവർ പിന്നെ 17,000 20,000 അതായത് ഇത്ര വർഷം 15 വർഷം 20 വർഷം പഴക്കമുള്ള വാഹനങ്ങൾക്ക് പിന്നെ കുടിശ്ശിക നികുതി, അതായത് എന്ത് നികുതി എന്താണ് ഏതാണ് നല്ലൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ അത് കൂട്ടിയിട്ടുണ്ട് എന്നാണ് ഇവർ പറയണത്. അപ്പോൾ നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയിട്ട് ഈ ഭാരതത്തെ, ഈ ഇന്ത്യയെ ഇവർ നശിപ്പിക്കും. അതിലിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല, നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ പിന്നെ മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനി തോന്നുന്നുണ്ട്, എനിക്കിപ്പോൾ അതിൻ്റെ നല്ല സാധനങ്ങളെ പേരൊന്നും അറിയില്ല.
അപ്പോൾ അവർ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ മാത്രമേ കണ്ടുള്ളൂ, വീഡിയോസൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു 4 കോടിയുടെ ഒരു ഐഫോണോ എന്തോ വാങ്ങിയിട്ടുണ്ട് ഇത്രേ. അപ്പോൾ ഇവർ 4 കോടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, അതൊക്കെ നമ്മുടെ പൈസ തന്നെയാണ്. അല്ല, അപ്പോൾ ഇവരിപ്പോൾ സ്വന്തമായിട്ട് കാശ് എടുത്തിട്ട് എന്തെങ്കിലും രീതിയിൽ ഉണ്ടാക്കും? ഒരിക്കലും ഉണ്ടാക്കില്ല. അപ്പോൾ ഈ 4 കോടി റുപ്യ ഇത് എങ്ങനെയെങ്കിലും ഇവർക്ക് അത് ജനങ്ങളെ എത്തിച്ചു കൊടുക്കണം, ഇതിൽ ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ളൊരു പദ്ധതിയാണ് ഇവരെ ഇപ്പോഴത്തെ ഈ വാഹനങ്ങളുടെ പേരിലുള്ളൊരു തട്ടിപ്പ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരുപാട് പാവങ്ങളായ ആൾക്കാരാണ് ഈ ഓട്ടോറിക്ഷക്കാർ. കാരണം അത്രയും ഗതികെട്ടിട്ടാണ് ഇവർ റോട്ടിക്ക് കൈനീട്ടാൻ ഇറങ്ങുന്നത്. അത് ചില ആൾക്കാർക്ക് അറിയാം, നല്ല മനസ്സുള്ള കസ്റ്റമറുണ്ട്, യാത്രക്കാരുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ പുറത്തുണ്ട്. അപ്പോൾ അല്ലാത്തവരുണ്ട് കേട്ടോ, ജാടയ്ക്കായിട്ടും അതേമാതിരി അവരെ വേഷവും അല്ല അവരെ ആഠിത്യം അല്ല അവർ ചിന്തകൾ എന്താണെന്നൊക്കെ നമ്മളെ അറിയിപ്പിക്കാൻ വേണ്ടി കയറുന്നവരുണ്ട്. ഒക്കെ 2 തരത്തിൽ, ഒരു നാണയത്തിന് 2 വശം എന്ന് പറഞ്ഞ പോലെ ഉണ്ട്, 2 കൂട്ടരുണ്ട്. അപ്പോൾ ഈ കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ ഓട്ടോറിക്ഷക്കാരൊക്കെ ഒരു ദിവസം 1000-1000-ൻ്റെ ഉള്ളിൽ, ഇനി പേര് വന്നാൽ 1100, 1200-ൻ്റെ ഉള്ളിൽ. അത് ചിലക്ക് ഇവിടുന്ന് 1200, 1300 എന്നൊക്കെ പറയുമ്പോൾ പട്ടാമ്പി അല്ലെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ ഒറ്റപ്പാലം അല്ലെങ്കിൽ തൃശ്ശൂർ ആ ഭാഗത്തേക്കൊക്കെ പകുതി എത്തുമ്പോഴാണ് ഈ 1200, 1300 ആവണത്. അത്രയും ഓടുമ്പോൾ അതിന് അത്രയും ചിലവും വരും എണ്ണയ്ക്ക്. ഇപ്പോൾ റോഡ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ കൂടുതലും ട്രാഫിക് ജാമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവർക്ക് ഈ 1300 റുപ്യ ഒരു ദിവസം കിട്ടിയിട്ട് അതിലിപ്പോൾ ഏറി വന്ന ഒരു 500 റുപ്യൊക്കെ എണ്ണ അടിക്കേണ്ടി വരും. പിന്നെ ഇവർ ചായ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, കുടുംബമുള്ളവർക്ക്, കുടുംബമില്ലാത്തവർക്ക് രണ്ട് വേറെ രീതിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇത് ഇത്രയും പൈസ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ഈ 17,000 റുപ്യേന് മാറ്റി വയ്ക്കുക? പിന്നെ അത് മാത്രമല്ല ഇൻഷൂർ, ടാക്സ്, ടെസ്റ്റ് ഫീസ്, അതേപോലെ ക്ഷേമനിധി പറഞ്ഞൊരു പണ്ടാരക്കെട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഈ ഓട്ടോറിക്ഷക്കാരല്ലേ സാധാരണക്കാരെങ്ങനെയാണ് സഹിക്കുക? എങ്ങനെയാണ് അവരെ കൊണ്ട് അത് കഴിയാന്നാണ് ചിന്തിക്കണം. അപ്പോൾ ഇത് സർക്കാർ, നമ്മുടെ കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം അത് ചെയ്യാണ്. അതായത് ഇപ്പോൾ അവർ ബീഹാറിൽ അതേമാതിരി അവർ മൊത്തത്തിൽ തോറ്റു, ജനങ്ങളവിടെ ഇളകി മറിഞ്ഞു. അപ്പോൾ അവിടെ ഇപ്പോൾ നിൽക്കക്കള്ളിയില്ല. അവിടെ ഇപ്പോൾ ദ്രോഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരൊക്കെ പാടെ കൂടി എടുത്ത് പഞ്ഞിക്കിടും. ഈ പഞ്ഞിക്കിടുന്നതിന് പകരമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഇതിങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ളത് നമ്മുടെ കേരളത്തിലാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ EMI ലോണ് മറ്റത് സ്റ്റാറ്റസിന് വേണ്ടിയിട്ട്, അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ട്, ജാട കാണിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയാണ് കൂടുതൽ വാഹനങ്ങൾ എടുക്കുന്നത്. ഈ വാഹനങ്ങൾ എടുക്കുക എന്ന് മാത്രമല്ല, അത് പിന്നെ തിരിച്ചടക്കാനുള്ള കഴിവില്ലാതെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും കിട്ടാതെ കഴിയുമ്പോഴാണ് ഇവർ ശരിക്കും പുരുഷന്മാർ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നത്. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് വരുന്നത് നമ്മുടെ കേരളത്തിലേക്കാണെന്നാണ് സർവേ വന്നിട്ടുള്ളത്. അതൊന്നും തടയാനുള്ള സർക്കാരിന് ഇവിടെ ആൾക്കാരുണ്ടെങ്കിൽ പോലും ഈ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ആരാണ് ഈ ഡ്രഗ്സിൻ്റെയൊക്കെ ആൾക്കാർ ആദ്യം MDMA അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു, അപ്പുറത്ത് പിടിച്ചോ എന്നിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പോൾ MDMA പറ്റിയ ഒരു കേസും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ഇതൊക്കെ ഉള്ളിൽ കിടക്ക് അകത്തുണ്ട് ഇവർ, അതാണ് കേസും കാര്യങ്ങളും ഇല്ലാത്തത്. പിന്നെ വാർത്താക്കാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ ആ കാളുടെ കൂട്ടിക്ക് നേരെ ക്യാമറയും തൂക്കി പോകണമാണ്. എന്താണ്, എവിടെയാണ്, ഏതിൻ്റെ വശത്താണ് ശരി തെറ്റ് എന്ന് ഇവർക്ക് താരതമ്യം ചെയ്യാനുള്ളൊരു പക്വത വന്നിട്ടില്ല. കാര്യം ഇവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇവരങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ജനങ്ങൾ മൊത്തം വിശ്വസിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്ന അവസാനം സർക്കാരിനെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്ത ഒറ്റി പറയാന്നല്ല. പക്ഷേ ഈ PMC പദ്ധതിയിൽ നമ്മുടെ കേരള സർക്കാർ എന്ന് ഒപ്പിട്ടോ അതിനുശേഷം കേന്ദ്ര സർക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ഇവരെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നുള്ളത്. കാരണം ഇത്രയും മോശമായൊരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് എന്ന് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ആളുകളും കൂടി മനസ്സിലാക്കി. ഇപ്പോൾ ഇതിൽ നരേന്ദ്രമോദിക്ക് പങ്കുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും അവിടെ നിന്നാണല്ലോ ഈ ഉത്തരവ് വന്നിട്ടില്ല. അപ്പോൾ ഈ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു കലാപത്തിനുള്ള സാധ്യത തീർച്ചയായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് എന്നിങ്ങനെ തിരി കൊളത്തിക്കൊണ്ടിരിക്കുക എന്നാണ് ഇപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ വോട്ടിൻ്റെ കാര്യം, അല്ലെങ്കിൽ ബീഹാറിൻ്റെ ജനങ്ങളെ ഇളകിയ കാര്യം, ഇതൊക്കെ ആകുമ്പോൾ അവർ തന്നെ ഒരു ഇൻട്രസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിം, അതായത് ഇപ്പോൾ അവർ വോട്ടിൻ്റെ SIR ഇത്ര തിടുക്കത്തിൽ 1 മാസത്തിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് BLOമാരെ ഭീഷണിപ്പെടുത്തി ജോലി ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ എന്താണ് നമ്മുടെ ജനങ്ങളായ ആളുകൾക്ക് മനസ്സിലാക്കേണ്ടതെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മൊത്തത്തിൽ ഇവർ ആളുകളെ ഇങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിച്ചിട്ട്
സ്വയം എന്താ പറയുക നമ്മൾ കടിച്ചു കീറാനുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കുകയാണ്. അതിപ്പോൾ യാതൊരു സംശയമില്ല അതിൽ. പക്ഷേ നമ്മുടെ മലയാളികളായ ആൾക്കാർക്ക് ഏകദേശമൊക്കെ അറിയാം. പക്ഷെ എന്നിരുന്നാലും ഇവരുടെ ഇവരുടെ തീരുമാനത്തിൽ നമുക്കിപ്പോൾ ചേരാതെ കഴിയില്ല. കാരണം നമുക്കിപ്പോൾ കിട്ടുന്നത് ലോക ബാങ്ക് എന്നൊന്നുമല്ല, ഇന്ത്യ സർക്കാർ തന്നാൽ മാത്രമേ നമുക്കിപ്പോൾ എല്ലാ കാര്യമുള്ളൂ. പക്ഷേ ഈ കേന്ദ്ര സർക്കാർ നമുക്ക് എല്ലാ കാര്യങ്ങളും ആദ്യം തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ മുടക്കിയത്, എല്ലാം കൊണ്ടും മുടക്കിയത് നമ്മുടെ ഈ പിണറായി സർക്കാർ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും കേരളത്തിലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ സർക്കാർ തന്നെയാണ് എല്ലാ കാര്യം മുടക്കിയത് എന്നുള്ളത്. അപ്പോൾ ഈ മുടക്കിയ കാര്യം ഇപ്പോൾ നമുക്കിപ്പോൾ അത് അറിയാട്ടോ, നമുക്കിപ്പോൾ അതിന് പരിഹാരം ചെയ്യാൻ അറിയാട്ടോ അല്ല. പക്ഷേ നമ്മൾ ചെയ്യില്ല. നമ്മുടെ വായിൽ, നമ്മുടെ മലയാളിയുടെ വായിൽ ഇപ്പോഴും പഴം കുത്തി തിരിയിരിക്കുകയാണ്. ശരിക്കും അതാണ്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ വായിൽ പഴം എന്നാ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് വന്ന് അല്ലെങ്കിൽ എല്ലാവരും ജയിക്കുമ്പോൾ ജയിച്ച ആൾക്കാരെ കൂടെയും ഇവരെ വായിൽ പഴം അപ്പോൾ അന്നാണ് ഊരുക. അപ്പോൾ അവർക്ക് അന്ന് അടി കുത്തും ബഹളം. ഇനിയിപ്പോൾ ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചാൽ സാധാരണ റോഡ് ഷോക്ക് അങ്ങനെയല്ല കാണാറ്. ഒരാൾ പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് പാർട്ടീനെ പിടിച്ച് തല്ലുക. കാരണം ആൾബലം കൂടിയല്ലോ. അപ്പോൾ പിന്നെ അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം ഉള്ളൂ എന്നും ചിന്തിക്കാം. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പിന്നെ മുന്നോട്ട് പോകാനുള്ളൊരു ചാൻസ് കാണാമല്ല. പക്ഷേ ശബരിമലയിൽ ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സ്വാമിമാർ നേരെ എത്ര ദിവസമാണെങ്കിലും എത്ര മണിക്കൂറാണെങ്കിലും പിന്നെ അവിടെ അത്യാവശ്യം ക്യൂ ഇല്ലാതെ പോകാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ ഈ സർക്കാർ, ഇപ്പോൾ ഈ 9ാമത്തെ വർഷം സർക്കാർ അവിടുത്തെ എല്ലാതും കൊണ്ടുപോയി. സ്വർണം, ചെമ്പ്, ഇപ്പോൾ അവിടെ പിന്നെ കൊടിമരത്തിലിരിക്കണ ഇലകൾ പോലും, അതായത് സ്വർണത്തിൻ്റെ ഇലകൾ പോലും അടിച്ചുകൊണ്ട് പോയി, കാണാനല്ല, കാറ്റിൽ പറന്നു പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത്. ദൈവം തമ്മിൽ തന്നെ അറിയാം. ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ്. ഈ സ്വാമി ശരണം, അതായത് അയ്യപ്പ സ്വാമിയോട് ഞാൻ ചോദിക്കുകയാണ്. അതിപ്പോൾ നിങ്ങൾ ഇത് അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അയ്യപ്പനെ ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങൾ അവിടെ സ്വർണം കട്ട ആളുകളെ സംരക്ഷിച്ചിട്ട് ഈ നിങ്ങളെ കാണാനായിട്ട് തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീയാകുന്നു എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്, സ്വയം കരുതുന്നത്. അപ്പോൾ തത്വമസി എന്ന് പറഞ്ഞ നിങ്ങളെ കാണാനായിട്ട് അവിടേക്ക് ഭക്തജനങ്ങൾ ഒഴുകി വരുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ അതായത് പിന്നെ നിങ്ങൾ അവരെയാണ് ശരിക്കും ദ്രോഹിക്കുന്നത്. അയ്യപ്പസ്വാമിയോട് ഞാൻ പറയുക. കാരണം ഇതൊരു പൊട്ടത്തരല്ല കേട്ടോ ശരിക്കും. അപ്പോൾ ഈ സ്വർണം കട്ടതും അവിടെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരെ നിങ്ങൾ സംരക്ഷിച്ചിട്ട് ഈ ഭക്തജനങ്ങളെ നിങ്ങൾ എന്തിനാണ് ഇത്രയും ദ്രോഹിക്കണേ? പൊരി വെയിലത്തും അതേപോലെ വെള്ളം കിട്ടാതെയും ഇതൊക്കെ. പിന്നെ വേറൊന്നുണ്ട്. അപ്പോൾ ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ ദൈവമില്ലാന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ അവിടെ എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അതായത് സൈന്യത്തിൻ്റെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അവിടെ. പിന്നെ എല്ലാ തരത്തിലുള്ള ഫോറസ്റ്റിൻ്റെ പിന്നെ എല്ലാ സെക്യൂരിറ്റി അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ബുദ്ധിമുട്ടും ഭക്തജനങ്ങൾക്ക് വന്നിട്ടില്ല. അവിടെ ഗ്ലൂക്കോസ് പൊടി തൊട്ടിട്ട് ഹോർലിക്സും ചായ എല്ലാതും കൊടുത്തിരുന്നു. അങ്ങനെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഭക്ഷണം കൂടി അവിടെ ഉണ്ടായിരുന്നു. അതും കൂടി ഈ സർക്കാർ മുടക്കി. ഇപ്പോൾ ഈ മണ്ഡലകാലം തുറക്കുകയാണെന്നുള്ള ഇവർ ഇന്നോ അല്ല ഇന്നലെ മിഞ്ഞാന്നാണോ ഇവർ അറിഞ്ഞത്? അല്ല, ഇതിന് മുന്നേ എന്തൊക്കെ സന്നാഹങ്ങൾ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കൂടണം. ഇവർ കട്ടതിന് വേണ്ടിയിട്ട് ഓരി വെക്കാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് കൂടിയ പോലെ ഇവർക്ക് ഒരു മീറ്റിംഗ് കൂടിയാൽ മതിയായിരുന്നു. ഇപ്പോൾ അവിടെ പോലീസുകാർ കുറച്ചേ ഉള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ പുറത്തുള്ള ഒരാളെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ് അവിടെ തിരക്കുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ അവിടെ ഒരു തിരക്കും കാണാനല്ല എന്ന് പറയണേ. അപ്പോൾ ഈ തിരക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളപ്പോൾ നമ്മളിപ്പോൾ വാർത്തകളിൽ കാണുന്ന പോലെ ആവില്ല. കാരണം വാർത്താക്കാർ ചിലപ്പോൾ അവിടെ എടുക്കണത് ചിലപ്പോൾ തിരക്ക് കൂടിയ സ്ഥലത്തായിരിക്കും, അവിടെ പ്രശ്നമുള്ള ഭാഗത്ത് പോയിട്ട് എടുക്കുമായിരിക്കും. പക്ഷെ എന്താ നമുക്കറിയില്ല. പക്ഷെ കൂടുതൽ ആൾക്കാരിൽ കൂടുതൽ മാധ്യമങ്ങൾ പിന്നെ എങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ തിരക്ക് നല്ലോണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ തിരക്കില്ലാതെ ഇപ്പോൾ അങ്ങനത്തെ ആരും അങ്ങനെ പ്രതികരിക്കാൻ വരില്ല. അപ്പോൾ ഇതിനൊക്കെയാണ് ശരിക്കും സർക്കാർ ഒരു തീരുമാനം എടുക്കേണ്ടത്. നിങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ തന്നെയാണ് നിങ്ങളെ ഭരിക്കേണ്ടത്, ഞങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇവർ പ്രതിജ്ഞ എടുക്കുന്നുണ്ടല്ലോ മന്ത്രിമാരാകുമ്പോൾ. അല്ല, ഇവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും ഇവരെല്ലാം പറയേണ്ടത്. ഇവരെ പറയേണ്ടത് ആരെ പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങളെ, കഴുതകളെ അവരെയാണ് പറയേണ്ടത്. പൊതുജനങ്ങൾ ശരിക്കും കഴുതകൾ തന്നെയാണ്. നിങ്ങൾക്കൊക്കെ ഈ അരി തരുമ്പോൾ, കിറ്റ് തരുമ്പോൾ ഈ കൊറോണ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൂചി കുത്തി വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ സൂചി കുത്തി വെച്ചിട്ട് ഇപ്പോൾ ചെറുപ്പക്കാരായ ആളുകൾ മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഓരോ ക്യാപ്സ്യൂൾ തന്നിട്ടുണ്ടാവും ഓരോ ആൾക്കാർക്ക്. അപ്പോൾ നമ്മൾ ഇവരെ പൊക്കി പറയുക തന്നെ വേണം.
അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ പൊക്കി പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുമോ, അരി കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ വീമ്പിളക്കി നടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ. അതുതന്നെയാണ് ഇത് ഈ കേരളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ പരമാവധി നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് പോവുക സുഹൃത്തുക്കളെ. കാരണം നമുക്ക് പിന്നെ അപകടം പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എന്ന് പറയാൻ കണ്ട് കാര്യമില്ല. എന്തായാലും നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കുക പരമാവധി.